എന്താടാ? വാ കേറ്. ഒന്നെങ്കിൽ കാര്യം പറയണം, അല്ലെങ്കിൽ രണ്ടുപേരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം. ഇനി കരയുന്നതിന് മുൻപ് ഇതിലേതെങ്കിലും ഒന്ന് ചെയ്തിരിക്കണം. ആഹാ വന്നാ. നീ ഇതെവിടെ ആയിരുന്നോ 2 ദിവസം? ഒന്നും പറയണ്ട, ഹോസ്പിറ്റലായിരുന്നു 2 ദിവസം. അമ്മയ്ക്ക് തീരെ പാടില്ലാന്നേ. ഞാൻ ഗനിച്ചാൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നല്ലോ. ഒട്ടും വയ്യല്ലേ? അത് സാരല്ലടാ, എല്ലാം ശരിയാവും. അല്ല അച്ഛനിപ്പോ? 2 പേർക്കും വയ്യ. അതുകൊണ്ട് അവർ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് പ്രേമിച്ചിങ്ങനെ വീട്ടിലിരിപ്പുണ്ട്. പോടാ അവിടെ നിന്ന്. കെഞ്ചേട്ടൻ എവിടെയാ? മുകളിലുണ്ട്. ഞാൻ ഒന്ന് കണ്ടിട്ട് വരാം. ആടാ പിന്നെ ആ നിന്നത്തേക്ക് രാവിലെ തൊട്ട് നിൽക്കാൻ തുടങ്ങിയ അവന്മാര്. ആരാ അവര്? ആര്? ഇതോ അവന്മാര്. ബാ എന്താണ് നിനക്കൊക്കെ ഒന്ന് വിളിച്ചിട്ട് ഇറങ്ങാൻ പാടില്ലേ വെറുതെ പോസ്റ്റ് ആവാൻ വേണ്ടിട്ട്? ജോർജേട്ടാ, ഇവൻ വിനു, ഇത് ജോഡി. ഇവന്മാരാണ് നാട്ടിലുള്ള എനിക്ക് കിട്ടിയ ആകെ എൻ്റെ കൂട്ടുകാർ. ഇവന്മാർ സത്യം പറഞ്ഞോട്ട് ഒരു ജോലി നോക്കിയിട്ട് വന്നതാ. കുറേ എന്നെ വിളിക്കണോ ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ കെനിച്ചാൻ്റെ അടുത്ത് പറഞ്ഞിട്ട് മുകളിലുണ്ട്, കൊണ്ടു ചെല്ല്. ബാ എടാ വാടാ, തൊട്ടരാ ഇങ്ങോട്ട് വാ. കിട്ടില്ല മച്ചാനാ. കൊള്ളാം. പുള്ളി സമ്മതിക്കോ? നിങ്ങൾ വിചാരിക്കണല്ലോ നടടാ, പുള്ളി ഒരു പാവാടാ. നീ വാ. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എടുത്ത് തന്നെയാ അളിയാ? എന്ത്? അല്ല അക്കോമഡേഷൻ വേണ്ട, ഫുഡായാലും മതി. അതിനിവിടെ വീട്ടുകാരൊന്നുമില്ല, അതിനെപ്പറ്റി ഇവിടെ ആർക്കും അറിയത്തുമില്ല. നീ ആയിട്ട് ഇനി പറയാൻ പോണ്ട, മനസ്സിലായ? അല്ല എന്തെങ്കിലും തന്നാ മതി. ഒരു സ്ഥലത്ത് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്.
എടാ എവിടെ ചെന്നാലും ഒരുമാതിരി വളവളവളാന്ന് എന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കണോ എന്റെ വളവളാനാ പോടപ്പോന്നോ രണ്ടെണ്ണത്തെ പോയി നോക്കണം മിണ്ടാരെ കൂടെ വന്നടാ. കെനിച്ചേട്ടാ. ആരാ? ഞാനാ സച്ചിൻ. ആ കയറിയോടാ. കെനിച്ചേട്ടാ എൻ്റെ കൂടെ 2 കൂട്ടുകാരുണ്ടായിരുന്നു. എന്ത് പറ്റിയടാ? ഇല്ല ചേട്ടനെ കാണാൻ വന്ന അവിടെ എന്തെങ്കിലും ജോലിക്കായിട്ട്. അവരോടാ നിൽക്കട്ടെ, നീ കയറിയോ? ആ ഞാൻ പോയി കണ്ട് സംസാരിച്ചിട്ട് വരാം. ഇവിടെ തന്നെ നിൽക്ക്. ഞങ്ങൾ ഉപേക്ഷിക്കരുത്, ഒരു അപേക്ഷ പോലെ പറയണം. അശ്ശേ, ഞാൻ പോയി കണ്ട് സംസാരിച്ചിട്ട് വരാം. നീ പോയിട്ടോ. ഇവിടെ നിൽക്ക്. காஞ்சி நீ வரலையா? ஒன்றும் இல்லை, அந்த தாஸ் வரும்போது நீயே கூட்டிகிட்டு வந்த அவுட் ஹவுஸில் உட்காரவே, சரியா? ഇവൻ്റെ കാര്യം ഒന്നും പറയണ്ട. ഇന്നലെ ഒരു പട്ടിയകത്ത് ഒരു കുറയെന്ന് പറഞ്ഞ് അതിനെ അടിച്ചു വന്ന് നമ്മുടെ ഉറപ്പിൽ തന്നെ കുഴിച്ചിട്ടിരിക്കുന്നു. ഭ്രാന്തൻ. ആ അതൊക്കെ പോട്ടെ, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല ഇപ്പോൾ. കാര്യം പറയടാ. അല്ല റെസ്റ്റ് എടുക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞേ. ഞാൻ കഴിഞ്ഞ ദിവസം അവരോട് പോയപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. വല്ലപ്പോഴല്ലേ കാണാറുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച പോകണമെന്നാണ് ഡോക്ടർ പറഞ്ഞേ. അപ്പോൾ അറിയാം എന്താണ്. കെനിച്ചേട്ടൻ 2 കൂട്ടുകാർ പുറത്ത് വന്നപ്പോൾ ഉണ്ട്. അറിയാവുന്നവരാ? കൂട്ടുകാരാ എൻ്റെ. ഇവിടെ എന്തെങ്കിലും പണിക്കായിട്ട്. എന്നാൽ നീ അവരെ നമ്മൾ ഔട്ട് ഹൗസിലേക്ക് ആക്ക്, ഞാൻ വരാം. ശരി ഏട്ടാ. സച്ചിനെ, അമ്പറപ്പ് എവിടെ? നാട്ടിലുണ്ട്. എവിടാന്ന് എനിക്കറിയില്ല. എടാ പണിക്ക് വന്ന ദിവസം നിന്നെ പണി വാങ്ങിക്കൂട്ടല്ലേ? അതോട് ചേട്ടനെന്ന് പറഞ്ഞേ പോയാരെന്തേ? വാ പറയാം. കാഞ്ചി അകത്തുണ്ട്. ഇടുവാ. അതാ കാഞ്ചി. കാഞ്ചിയാ? ചേട്ടനോടൊപ്പം ഉള്ളതാ. അയാളെന്ത് തമിഴാ? ഞാൻ കാണുമ്പോൾ തൊട്ട് പുള്ളി തമിഴാ. ചേട്ടൻ നന്നായിട്ട് തമിഴ് പറയും. എന്താണെന്ന് എനിക്കറിയത്തില്ല. വാ നമുക്ക് ഔട്ട് ഹൗസിലേക്കോ. ചേട്ടായി, ഞാൻ ഒരു കാര്യം ഏറ്റു കഴിഞ്ഞാൽ പിന്നെ മറുത്ത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. അത് ഞാൻ ചെയ്തിരിക്കും. ആ ശരി ചേട്ടാ, ഓക്കെ. ഇതാണാടാ നീ പറഞ്ഞ ഔട്ട് ഹൗസ്. ഞാൻ വിചാരിച്ച പോലെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കുമെന്ന്. ഹായ്.
അയ്യോ തിരിച്ചു വേണ്ട. അല്ല ചേട്ടൻ തൊഴുതപ്പോൾ അതിനെന്തിനാ തിരിച്ചു ചെയ്യുന്നത്? അല്ല ഏട്ടാ ഒരു മര്യാദയ്ക്ക് വേണ്ടി. അത് വേണ്ട, നെഞ്ചി കൈ വെച്ചാൽ മതി. നെഞ്ചിൽ ഇങ്ങനെ ചെയ്താൽ മതി. സച്ചിൻ്റെ കൂട്ടുകാരാണല്ലേ? ആ അതെ. എല്ലാ കാര്യം സച്ചിൻ പറഞ്ഞു തരും, അല്ലേ നിങ്ങൾക്ക് മനസ്സിലായിക്കോളൂ വഴിയേ. ചോദിക്കാൻ വിട്ടുപോയി, എന്താ പേര്? വിനു. ജോഡി. ഞാൻ അങ്ങോട്ട് ഇരുന്നോട്ടെ, ഒരു മീറ്റിംഗ് ആയിട്ടാ സാറ് വന്ന് ഇരുത്തി മുഷിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. ഓക്കെ. സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. എല്ലാം നന്നായി പോന്നടാ. ചേട്ടാ ഇങ്ങോട്ട് വന്നാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താണെന്നോ, ഞാൻ ഒട്ടും കരുതിയില്ല ചേട്ടാ വരുമെന്ന്. സത്യം പറഞ്ഞാൽ നീ വിളിക്കുന്നതിന് മുമ്പ് ഇങ്ങോട്ടൊക്കെ ഇറങ്ങണമെന്ന് പറഞ്ഞിരുന്നതാ. നിന്റെ ഈ പുതിയ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി. നല്ല ഓട്ടത്തിലാ, സമയമില്ലടാ. ഓരോരോ തിരക്കല്ലേ. സച്ചിൻ പറഞ്ഞോലേ ചേട്ടൻ പാവമെന്നാ തോന്നുന്നേ, അല്ലേ? ആ ബിൽഡിങ്ങിന്റെ കരാറോടെ കിടക്കുന്നുണ്ട്, നല്ല ഓട്ടത്തിലാടാ. ആ അതിൻ്റെ കാര്യം ചോദിക്കാനാ സത്യം പറഞ്ഞ ചേട്ടനെ ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് ചോദിച്ചേ. എന്താടാ വല്ല ഒത്തു വന്നാ? ഒരെണ്ണം തോന്നുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാട്ടാ കോൺട്രാക്റ്റിൻ്റെ കാര്യങ്ങൾ? എടാ നമ്മൾ കരാറെടുക്കുന്ന ബിൽഡിങ് പോലിരിക്കും വർക്കിൻ്റെ കാര്യം. ഒരു 15 നില ബിൽഡിങ് കാണുന്നുണ്ടെങ്കിൽ ഒരു 4% ഇങ്ങ് പോരും. അതല്ല ഒരു 20 ആണെങ്കിൽ. ചേട്ടാ ഒരു മിനിറ്റ്, ജോർജ് ചേട്ടാ ഒരു പേനും പേപ്പറും. ഇനി പറയട്ടാ. നീ എന്താടാ പരീക്ഷയ്ക്ക് വല്ലതും പഠിക്കാൻ പോകുന്നു? എന്താ പറ്റി വിനു? എന്താ ചിരിച്ച്? ഒന്നുമില്ല ഏട്ടാ. കാര്യം പറ. ഒന്നുമില്ല. എഴുതി പഠിച്ചാൽ മറക്കില്ലാന്ന് കൊണ്ട് ആരോ പറഞ്ഞ ഓർമ്മയുണ്ട് ഏട്ടാ, അതാ എഴുതാന്ന് വെച്ചാൽ. എന്ത് പറ്റി ഏട്ടാ? എന്നാ ശരി, നീ എഴുത്, ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇത്രേ ഉള്ളൂ അല്ലേ? എടാ മോനെ, നോക്കി ചെയ്ത ഇത്രേ ഉള്ളൂ, അല്ലെങ്കിൽ ഇത്രേ ഉണ്ട്. ഏതാടാ ആ ഹൈദർ ബിൽഡേഴ്സിന്റെ കാര്യമാണോ നീ പറയുന്നേ? അല്ല ഏട്ടാ, BMG ബിൽഡേഴ്സിൻ്റെ. എടാ മോനെ, അത് ഞാൻ ചെയ്യുന്ന വർക്കാ. നിനക്ക് ഹൈദറിൻ്റെതായിരിക്കും, മാറിപ്പോയതാ. അത് തന്നെ ഏട്ടാ, ചേട്ടാ ചെന്ന വർക്ക് തന്നെ. പേപ്പറെല്ലാം പക്കയാ, 3 ഒപ്പ്. അതോടുകൂടി ഇതിൻ്റെ പരിപാടി കഴിയും. ആർക്കും പരാതിയില്ല, പരിഭവമില്ല. ശരിയല്ലേ കുഞ്ഞേ? പിന്നെ ശരിയല്ലേ? എടാ നിന്റെ ഈ വീട്, നിന്റെ ഈ റൂം, നിന്റെ ഈ ആൾക്കാർ, നീ എന്താടാ റോള് കളിക്കുകയാണോ? അയ്യോ, റോള് കളിക്കൊന്നുമില്ല, എനിക്ക് ടൈം ആവുന്നതല്ലേ ഉള്ളൂ. പിന്നെ ചേട്ടൻ അങ്ങനെ തോന്നിയെങ്കിൽ എനിക്ക് റോള് കളിക്കാൻ ടൈമായി എന്നർത്ഥം അല്ലേ ജോർജ് ചേട്ടാ? ഈ നിൽക്കുന്ന വീടും ഈ മുറിയും ആൾക്കാരൊന്നും രാവിലെ ഉണ്ടായതല്ല. എല്ലാത്ത കുഴപ്പം ടൈമും തേപ്പിട്ടടിച്ച് കുറിച്ചതാണ്. കുഞ്ഞേ, ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല. നടക്കേണ്ട കാര്യം പറഞ്ഞപ്പോഴാണ് ചേട്ടൻ എങ്ങനെ ഇങ്ങോട്ട് വന്നു? അളിയനായിട്ടാ.
ചെല്ല്. ഞാനാണോ? ചെല്ല്, ചെന്ന് ചേട്ടൻ്റെ ആളീനെ വിളിച്ചിട്ടോ. അല്ല, എന്ത് പറഞ്ഞിട്ട് വിളിച്ചു? ഞാനും എന്ത് പറഞ്ഞാൽ വരുമെന്ന് ജോഡിക്ക് തോന്നുന്നു, അങ്ങനെ പറ. ചെല്ല്. എന്നാ വേണ്ട വേണ്ട, ഒപ്പിടും. അടങ്ങിയിരിക്കടാ. സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ആ, സുഖമായിട്ടിരിക്കുന്ന കേട്ടാ. പാവട വിടാവര്. ഈ ചേട്ടനൊരു മോനില്ലേ? ഞങ്ങളെന്ന് അവനെ സ്കൂളിൽ നിന്ന് വിടുവോ? സച്ചിനെ, ഫ്രിഡ്ജിൽ നിന്നൊരു ചോക്ലേറ്റ് എടുത്ത്. വലുത് തന്നെ ആയിക്കോട്ടെ. പിള്ളേർക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടം അല്ലേ ഏട്ടാ? ഒരു 2 മില്ലി ടെട്രോഡോക്സിൻ ആ ചോക്ലേറ്റ് ഇഞ്ചെക്ട് ചെയ്ത് വയ്ക്കാം. അത്രയ്ക്ക് വേണോ? 0.5 പോരെ കുഞ്ഞെ? അല്ല ഏട്ടാ, 0.5 ഒരു കുഞ്ഞിൻ്റെ ശരീരത്തിൽ തളർന്നു പോകില്ലേ? എങ്ങനെ ഏട്ടാ ഒരു കുഞ്ഞൊക്കെ എങ്ങനെ ജീവിക്കുന്ന? അതിനും എൻ്റെ വീട്ടുകാർക്ക് ഒരു സങ്കടമായിരിക്കും. 2 തന്നെ മതി. കാരണം ഞാൻ ഒപ്പിട്ട് തരാം. നിങ്ങൾ പറയുന്നത് എവിടെ വേണമെങ്കിലും ഞാൻ ഒപ്പിട്ട് തരാം. ஊருல அவன் பேருதா, காதுக்குள்ள நீயும் கேக்குதா, கை நடுங்குதா, பயம் நெருங்குதா, இனி கேலரி ஃபுல்லா சத்துந்தா, கத்தி எடுத்தா மாசுதா, இவன் போட்டா எவனும் கேட்காதா, சிட்டு மீறி எதுவும் வந்தாலும் இவனோட ரூலு எண்டுதா. தொட்டு பார்க்க போகாதே, மோதி பார்க்க போகாதே, கோட்டைக்குள்ள ஏறி நீயும் சிக்காதே, அங்க எவனுக்கு எவனா இவன் இருப்பா, அதை மறந்தால் கொய்யாலை உனக்கு நீ சாவுதா. ஒரு போதும் விளங்காது, அவனுக்கு பிடித்ததை அவன் செய்வார், அங்கே பயம் காட்டி பயத்தாலே உருவாக்கி கோட்டா, கோட்டைக்குள்ள அவன் தான் ராஜா, தலைவன் முதல்வன் எல்லோரும் போட பார்த்தா அது ஜஸ்ட் கோட்டா, அவனை போட போண்டா அவனோட தோட்டா, சொல்லிற கதை இனி ஒரு வைப் செயல்தான், ரோங் வைப் தான், தடைகளை உடைச்சு இருந்த கதை முடிச்சது, இனிமைய தேடி இவன் ரோட்டு மாட்டி
விட்ட கண்ணுக்குள்ள நீ பேட்டால் எலும்பி கிடிச்சு முடிச்சு போகும் 100 வந்தாலும் அவன் காலு நடுங்காது பண்ண போற தப்புக்கு பெருசு சிறுசு கிடையாது அவன் கை ஒரு நொடி நகர்ந்தால் அவனுக்கு மிஸ் ஆக சான்ஸே கிடையாது ஹேய் மிஸ் ஆக சான்ஸே கிடையாது Hey inga paar makkale I'm introducing a bad guy with the wrong vibe style guy with the mad guy bad guy with the wrong vibe style guy with the mad guy give a thought 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 right സച്ചിനെ, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് കയ്യിലൊന്നുമില്ലാത്തതാണ് പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട്. എന്തൊരു വിട്ടിത്തമാണല്ലേ. കയ്യിലൊന്നുമില്ലാത്ത എങ്ങനെയാ സച്ചിനെ ഉള്ളവൻ്റെ സന്തോഷം മനസ്സിലാക്കുന്നത്? നിങ്ങൾ എന്തിനാ കെട്ടിട്ടേക്കണേ? എന്തിനാ അടിച്ചേ? കാര്യം പറ. അടിക്കാണ്ട് പിന്നെ ഇന്നലെ ഒരു നായിൻ്റെ അവൻ ഇവിടെ കൊണ്ടൊന്ന് ഒപ്പിടിച്ചില്ലേ? അവ ഇന്നലെ രാത്രി തന്നെ കമ്പനി വിളിച്ച് കാര്യം പറഞ്ഞു. അവര് നമ്മളെ വിളിച്ച് അവനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒപ്പിടിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ കൊച്ചിനെ ഇവിടെ പൊക്കിക്കൊണ്ടുവന്നത്. അപ്പോഴാ അവന്മാര് കൊല്ലാൻ പറഞ്ഞതാ കുഞ്ഞിനെ. പൈസക്ക് വേണ്ടി കൊന്നു കളയാൻ പറഞ്ഞതാ കുഞ്ഞിനെ. അതിന് പറ്റില്ലെങ്കിൽ അതിനൊക്കെ രക്ഷപ്പെടുത്താൻ നിന്റെ അടുത്തൊക്കെ ആര് പറഞ്ഞതാ? തനിക്കൊക്കെ എങ്ങനെയാണോ ഒരു കുഞ്ഞിനോടൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റണത്? காசு வேணும்ல, அதுக்கு இதெல்லாம் செஞ்சு தான் ஆகணும். உண்மை சொல்லு, எதுக்கடா நீ இல்லைங்க வந்த? എനിക്ക് തപ്പാ നടക്കാൻ പറ്റിയിരിക്കണം. അല്ലേട്ടാ, എനിക്കറിയാവുന്നവന്മാര് അമ്മര് വേറെ കുഴപ്പത്തിന് വന്നാറില്ല. എന്ത് കുഴപ്പം? അല്ലേട്ടാ, എന്ത് കുഴപ്പം സച്ചിനെ? എനിക്ക് മനസ്സിലായില്ല, അതാ ചോദിച്ചത്. എന്ത് കുഴപ്പം? ചേട്ടനോടൊരു പണിക്ക് വന്നോന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവന്മാരെ കൂട്ടിക്കൊണ്ടുവന്നുള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. കെനി, എന്തോ പ്രശ്നമുള്ള പോലെ തോന്നടാ. സച്ചിനല്ല, യവന്മാരെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവങ്ങളെല്ലാം അടിച്ചാക്കൊള്ളണേ. കാജി വേണ്ട, നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത ചിന്തിച്ചിട്ടാ. അവന്മാരെ വിട്ടേക്ക്, അവന്മാര് പൊക്കോളും. അതല്ല സച്ചിനെ, എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെയോ മിസ്സിങ്. അവന്മാരങ്ങോട്ട് മുഴുവനെ വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ. വേണ്ട ഏട്ടാ, അങ്ങനെയാണെങ്കിൽ വേണ്ട. അവന്മാരിവിടെ നിൽക്കുമ്പോഴല്ലേ കുഴപ്പമുള്ളൂ. അവന്മാരെ വിട്ടേക്ക്, അവന്മാർ പൊക്കോളും. അതിലൊരു പ്രശ്നമുണ്ട് സച്ചിനെ. നമ്മളോട് എന്നല്ലേ അവന്മാർ ഇന്നലെ ചെയ്ത എല്ലാം കണ്ട് പറയുന്ന എല്ലാം കേട്ട് കൂടെ, പിന്നെ എങ്ങനെയാ വിട്ടാൽ ശരിയാവുക? ഇല്ലടാ, പ്രശ്നമാണ്.
കുടിച്ചോട്ടാ. നിങ്ങളിത് എന്തോ ഈ പറയുന്നേ? ചേട്ടാ ചേട്ടാ അവനെൻ്റെ കൊച്ചിലുള്ള എൻ്റെ കൂട്ടാ. അവർക്കിതൊന്നും അറിയില്ല. ചേട്ടൻ എന്നെ വിശ്വാസമല്ലേ, അതുപോലെ അവരെ വിശ്വസിക്കാം. അവരെ വിട്ടേക്ക് കേട്ടാ, അവർ പൊക്കോളും. അവരൊന്നും ചെയ്യല്ലേട്ടാ. ജോർജ് ചേട്ടാ കാഞ്ചി നില്ല്. സച്ചിനെ ചെല്ല്, പോ പോ. கெனி என்ன செய்கிற? நல்லா யோசிச்சு சொல்லுண்ண. காஞ்சி அந்த கத்தி அவன் கையில் கொடுத்துரு. അല്ലാണ്ട് എന്ത് ചെയ്യാനാ സച്ചിനെ? നീ എല്ലാവരോടും കൊണ്ടുവന്ന് നിനക്കല്ല എൻ്റെ ഉത്തരവാദിത്വം. നീ എന്നെ ചേട്ടാ. ഞാൻ ചെയ്യ് സച്ചിനെ. ചേട്ടാ അവരുടെ കൂട്ടുകാരാ. സച്ചിനെ ചെയ്യില്ല. ഹലോ അമ്മ, ഞാനാ കെനിയ. സച്ചിനുണ്ടോ അവിടെ? ഇല്ല മോനെ, അവനങ്ങോട്ട് ഇറങ്ങിയല്ലോ. എത്തിയില്ല ഇതുവരെ. ചിലപ്പോൾ വന്നുകൊണ്ടിരിക്കുമായിരിക്കും. അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? പ്രായമായില്ലേ മോനെ, ആശുപത്രി പോയോണ്ട് കുറവുണ്ട്. അവനാണെങ്കിൽ ഓട്ടോ രാവിലെ അങ്ങോട്ട് ഇറങ്ങിയല്ലോ. എന്താ മോനെ? ആ ഓക്കെ അമ്മ, ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. സച്ചിനെ, ഒന്നെങ്കിൽ നീ ഞാൻ പറയാൻ ചെയ്യണം, ഇല്ലെങ്കിൽ നീ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നീ മരിച്ചെന്ന് നിൻ്റെ വയ്യാത്ത അമ്മയോട് ഞാൻ പറയും. അതവർക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. നിനക്കറിയല്ലോ അവരവസ്ഥ. അത് കഴിഞ്ഞ് ഞാൻ അവരെന്താ ചെയ്യാൻ പോകുന്നത് നിനക്കറിയാം. ആലോചിച്ച് പറ. ഇവർ വേണോ അത് നിന്നെ വളർത്തി വലുതാക്കി അച്ഛനും അമ്മയും വേണോ? നീ പറ. സച്ചിനെ വേണ്ട.
ജോഡി അച്ഛനേടാ വേണ്ടടാ. നാല് മാസമായി അവനൊന്ന് കണ്ടിട്ട്. 4 മാസം. അവസാനം കാണുമ്പോൾ ഞാൻ ഭയങ്കര അലമ്പായിരുന്നു. വെള്ളം അടിച്ച് നശിച്ച് വെള്ളം ഉണ്ടാക്കി. അവനെന്നെ ആദ്യമായിട്ടൊന്ന് തല്ലി. എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. പക്ഷെ അവനായിരുന്നു ശരി. അവൻ മാത്രമായിരുന്നു ശരി. നമ്മുടെ കൂടെ ഉള്ളവർ മരിച്ചു എന്നറിയുന്നതിനേയും കാട്ടി ഭീകരതെന്നറിയോ? നമ്മുടെ മരണം വരെ അവർ നമ്മുടെ കൂടെ ഇല്ല എന്നറിയുമ്പോഴാണ്. അവൻ പോയി. അവനിനില്ല. എൻ്റെ കൂടെ ഒന്നിരിക്കാൻ, ഒന്ന് ചിരിക്കാൻ. അവൻ പോയി. അവൻ പോയി. കെനി ഇപ്പോഴുണ്ട്. കണ്ണീര് വീണ കാശ് പിടിച്ചു വാങ്ങിച്ചിട്ട് ഇവർക്ക് ഇങ്ങനെ കൊടുക്കേണ്ട കാര്യമുണ്ടോ? കണ്ണീരുള്ള കാശ് പിടിച്ചു വാങ്ങുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒന്നുണ്ട്, ഭയം. കണക്കില്ലാത്ത കാശ് ഇവർക്ക് കൊടുക്കുമ്പോൾ ഇവർ നമുക്കൊരു ഒന്നുണ്ട്, വിശ്വാസം. രണ്ടും പണത്തിനെ കൊണ്ടേ പറ്റൂ. പടക്കലമ്പത് തല
വേണ്ട അണ്ണാ മതിയാക്കിക്കൂടെ കുഞ്ഞെ? എന്തിനാ ഇങ്ങനെ മറ്റുള്ളവരെ വിഷമിപ്പിച്ച് കാശുണ്ടാക്കുന്നത്? ഇനിയെങ്കിലും നിർത്തിക്കൂടെ? അല്ല, എനിക്ക് തോന്നിയെന്നേ ഉള്ളൂ. ചേട്ടൻ അങ്ങനെ തോന്നിയെങ്കിൽ എനിക്കങ്ങനെ തോന്നണമെന്ന് വാശി പിടിക്കരുത്. ഇതാണ് എൻ്റെ ജീവിതം. ഇതിൽ ഞാൻ ഹാപ്പിയാണ്, അന്നും ഇന്നും എന്നും.